നട്ടല് വളയുന്ന അസുഖത്തെ തുടർന്ന് പഠനം വഴിമുട്ടിയ അവസ്ഥയിലാണ് കാലടി യോർദനാപുരത്തെ 9ാം ക്ലാസ്സുകാരി നവനീത. ശസ്ത്രക്രിയ മാത്രമാണ് അസുഖം മാറാനുള്ള വഴിയെന്ന് ഡോക്ടർമാർ പറഞ്ഞതോടെ എങ്ങനെയും പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾ. ശസ്ത്രക്രിയയ്ക്ക് മാത്രം 4 ലക്ഷത്തോളം രൂപ ചെലവ് വരും. Osmosis is the movement of water molecules from a region of its higher. പഠിക്കാൻ മിടുക്കിയാണ് 9ാം ക്ലാസ്സുകാരി നവനീത. നന്നായി നൃത്തം ചെയ്യും. പക്ഷെ കുറച്ചുകാലമായി ഒന്നിനും പറ്റുന്നില്ല. അധിക സമയം നിൽക്കാനോ ഇരിക്കാനോ കഴിയില്ല. ഉറങ്ങാനാകില്ല. കമിഴ്ന്നു കിടന്നാലേ വായിക്കാനാകൂ. നട്ടല് വളയുന്ന അസുഖമാണ് എല്ലാത്തിനും കാരണം. അവിടെ ഭയങ്കര വേദന, പുറം മൊത്തം വേദനയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ മെഡിസിനൊന്നുമില്ല, ഡോക്ടർ ഇപ്പൊ കഴിക്കണ്ടെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ചൂട് പിടിച്ച് മിക്സ് നമ്മുടെ അതിനൊക്കെ തേച്ച് ഇങ്ങനെ ആണ്. ഉറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വേദന കാരണം. ഒരുപാട് വൈകിയാണ് മോള് ഉറങ്ങുന്നതൊക്കെ. 1 മണിയൊക്കെ ആവും ചിലപ്പോൾ ഉറങ്ങുമ്പോൾ, 12 മണി ആ സമയത്തൊക്കെ മോള് ഉറങ്ങുന്നത്. അസുഖം മാറാൻ ശസ്ത്രക്രിയ മാത്രമാണ് വഴി. അമൃത ആശുപത്രിയിൽ സെപ്റ്റംബർ 15-ന് ശസ്ത്രക്രിയ നിശ്ചയിച്ചു. 4 ലക്ഷത്തോളം രൂപ ചെലവ് വരും. കൂലിപ്പണി ചെയ്ത് അന്നന്നത്തെ കാര്യങ്ങൾ നീക്കുന്ന രാജനും സുജിതയ്ക്കും പക്ഷേ ആ പണം എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയില്ല. സർജറി ചെയ്യണമെങ്കിൽ നവനീതയുടെ വീടെന്ന് പറയുന്നത് കുടുംബം തന്നെ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. അമ്മ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. 2 മക്കളാണ് ഉള്ളത്. പല ഡോക്ടർമാരുടെയും അഭിപ്രായം ചോദിച്ചപ്പോൾ അവരെല്ലാം ഏകാഭിപ്രായം പറയണത് സർജറി കൊണ്ട് മാത്രമേ ഇത് പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. പഴയതുപോലെ ഓടിച്ചാടി നടക്കാനും നൃത്തം ചെയ്യാനുമൊക്കെ മോഹമുണ്ട് നവനീതയ്ക്ക്. പക്ഷേ ശസ്ത്രക്രിയയും തുടർ ചികിത്സയും ഒക്കെ എങ്ങനെയെന്ന് ഒരു രൂപവുമില്ല രാജനും സുജിതയ്ക്കും. നവനീതയുടെ ചികിത്സയ്ക്കായി നാട്ടുകാർ സഹായധനം സ്വരൂപിച്ചു തുടങ്ങിയിട്ടുണ്ട്. സുമനസുകൾ സഹായവുമായി എത്തുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.